നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 1092 day. Today 41st sloka of Pradhama Skandam 14th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 1092 ദിവസം. പ്രഥമ സ്കന്ധത്തിലെ 14ാമത്തെ അധ്യായത്തിലെ 41ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 14ാമത്തെ അധ്യായത്തിലെ 41ാമത്തെ ശ്ലോകം. കച്ചിന്നാഭിഹതോ ഭാവി ശബ്ദാദിഭിരമംഗളൈഃ ന ദത്തം ഉക്തം അർത്ഥിഭ്യ ആശയാ യത് പ്രതിശ്രുതം. ഓം തത്സത്. കച്ചിന്നാഭിഹതോ ഭാവി ശബ്ദാദിഭിരമംഗളൈഃ ന ദത്തം ഉക്തം അർത്ഥിഭ്യ ആശയാ യത് പ്രതിശ്രുതം. ഓം തത്സത്. പദം പിരിക്കേണ്ടത് കച്ചിത് ന അഭിഹതോ ഭാവി ശബ്ദാദി അഭി അമംഗളേ ന ദത്തം ഉക്തം അർത്ഥിഭ്യ ആശയാ യത് പ്രതിശ്രുതം. അമംഗളെ എന്ന് പറഞ്ഞാൽ ശോഭനമല്ലാത്ത, ശബ്ദാദിബി വാക്കുകൾ കൊണ്ടോ, ഭാവങ്ങൾ കൊണ്ടോ, ന അഭിഹത കച്ചിത് നിന്നെ പ്രഹരിക്കപ്പെട്ടിട്ടില്ലല്ലോ, നിന്നോട് ആരും പറഞ്ഞിട്ടില്ലല്ലോ. ആശയ ആഗ്രഹത്താൽ, യത് പ്രതിശ്രുതം യാതൊന്ന് പ്രതിജ്ഞ ചെയ്തപ്പെട്ടുവോ, ഉക്തം തത് ന ദത്തം ഉക്തം അതായത് ഉക്തം യത് തത്ത് പറയപ്പെട്ട അത്, അർത്ഥിഭ്യ യാചകന്മാർക്കായിക്കൊണ്ട് ചോദിച്ചവർക്കായിക്കൊണ്ട്, ന ഉക്തം കിം ദാനം ചെയ്യപ്പെട്ടില്ലയോ. അർജുനൻ്റെ മുഖം വളരെ മ്ലാനമായിരിക്കുകയും ദുഃഖത്തോടു കൂടിയിരിക്കുകയും ചെയ്യുന്ന അർജുനനോട് നിന്നെ ആരെങ്കിലും അവമാനിച്ചില്ലല്ലോ എന്നൊക്കെ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. അതിനുശേഷം ഇപ്പോൾ ചോദിക്കുകയാണ്, സ്നേഹമില്ലാത്തതും അമംഗളകരമായിട്ടുമുള്ള പ്രവൃത്തികൾ കൊണ്ടോ വാക്കുകൾ കൊണ്ടോ നിന്നെ ആരെങ്കിലും അസഖ്യപ്പെടുത്തിയോ, നിനക്ക് വിഷമമുണ്ടാക്കിയോ, യാചകന്മാർ ആവശ്യപ്പെട്ടത് നിനക്ക് കൊടുക്കാൻ പറ്റാതെ പോയോ, അല്ലെങ്കിൽ കൊടുക്കാമെന്ന് പറഞ്ഞ് പ്രതിജ്ഞ ചെയ്തത് ചെയ്യാൻ പറ്റാതെ പോയോ, എന്താണ് നീ ഇങ്ങനെ മ്ലാനമായിരിക്കുന്നത് എന്നുള്ളതിന് കാരണങ്ങൾ ഓരോന്നായിട്ട് നിരത്തുകയാണ്. ആദ്യം കുറേ ശ്ലോകങ്ങളിൽ തൻ്റെ ദുർനിമിത്തങ്ങളൊക്കെ പറഞ്ഞു ധർമ്മപുത്രർ. അവിടെ കാണുന്ന ദുർനിമിത്തങ്ങളൊക്കെ ഭീമസേനോട് പറഞ്ഞു. പിന്നീട് അർജുനൻ ശ്ലോകത്തോട് വന്നപ്പോൾ ദ്വാരകയിലുള്ള എല്ലാവർക്കും സുഖമല്ലേ, എല്ലാവരും നന്നായിട്ടില്ലേ എന്ന് ഓരോരുത്തരുടെ പേരും എടുത്തുകൊണ്ട് ചോദിച്ചു. ഇപ്പോൾ ഈ ശ്ലോകത്തിൽ നിനക്ക് എന്തെങ്കിലും അമംഗളമായിട്ട് സംഭവിച്ചോ, നിന്നോട് ആരെങ്കിലും മോശമായി പെരുമാറിയോ, നിനക്ക് അമംഗളമായ വാക്കുകൊണ്ടോ സ്നേഹമില്ലാത്ത വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിന്നെ ആരെങ്കിലും വേദനിപ്പിച്ചോ, അല്ലെങ്കിൽ നിനക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കണമെന്ന് കരുതിയിട്ടും അല്ലെങ്കിൽ പ്രതിജ്ഞ ചെയ്തിട്ടും കൊടുക്കാൻ പറ്റാതെ പോയോ, എന്തുകൊണ്ടാണ് നീ നിൻ്റെ മുഖം ദുഃഖമായിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ധർമ്മപുത്രൻ. ശ്ലോകം ഒരിക്കൽ കൂടി. കച്ചിന്നാഭിഹതോ ഭാവേ ശബ്ദാദിഭിരമംഗളൈഃ ന ദത്തമുക്തമർത്ഥിഭ്യ ആശയാ യത് പ്രതിശ്രുതം. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്ക് സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.